ഭക്തകവി പൂന്താനത്തിന്റെ സ്മരണയ്ക്കായി ഗുരുവായൂർ ദേവസ്വം നടത്തിവരുന്ന പൂന്താന ദിനാഘോഷവും സംസ്ഥാനത്തെ ഇതര ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും വേദപാഠശാലകൾക്കുമുള്ള ധനസഹായ വിതരണവും ഞായറാഴ്ച നടക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30 കിഴക്കേനടയിലെ പൂന്താനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവൻ പുരസ്കാര സമർപ്പണവും ധനസഹായ വിതരണവും നിർവഹിക്കും. എൻ കെ അക്ബർ MLA, ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ എന്നിവർ മുഖ്യാതിഥികളാകും. സംസ്ഥാനത്തെ 1521 ക്ഷേത്രങ്ങൾക്കും 9 വേദപാഠശാലകൾക്കുമായി 9.85 കോടി രൂപയുടെ ധനസഹായമാണ് നൽകുന്നത്. കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് ദേവസ്വം പൂന്താനം ദിനം ആഘോഷിക്കുന്നത്. പൂന്താനത്തിൻ്റെ ഭക്തികാവ്യമായ ജ്ഞാനപ്പാനയുടെ പേരിൽ ഭക്തിസാഹിത്യ പ്രവർത്തനത്തെ ആസ്പദമാക്കി ഈ വർഷത്തെ പുരസ്കാരം വൈക്കം രാമചന്ദ്രനും 2023 നൽകാൻ കഴിയാതിരുന്ന പുരസ്കാരം പ്രൊഫസർ വി മധുസൂദനൻ നായർക്കും സമ്മാനിക്കും. പൂന്താന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി രാവിലെ 7 മണി മുതൽ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ പൂന്താനം സമ്പൂർണ്ണ കൃതികളുടെ പാരായണം നടക്കും. ഡോക്ടർ വി അച്യുതൻകുട്ടി ആചാര്യനാകും. ഉച്ചയ്ക്ക് 2:30 പ്രശസ്ത കവികൾ പങ്കെടുക്കുന്ന കാവ്യപൂജ KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാധാകൃഷ്ണൻ കാക്കശ്ശേരി അധ്യക്ഷനാകും. വൈകിട്ട് 6 ജ്ഞാനപ്പാന നൃത്താവിഷ്കാരം, രാത്രി 8 മുതൽ കഥകളി എന്നിവയുമുണ്ടാകും. 21 ക്ഷേത്രങ്ങൾക്കാണ് നമ്മൾ ഇത്തവണ ധനസഹായം നൽകുന്നത്. 10 കോടി രൂപയാണ് നമ്മൾ ഇത്തവണ അതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുള്ളത്. ബഹുമാന്യനായിട്ടുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർകളാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം പൂന്താന ദിനത്തിൽ നമ്മൾ സാധാരണ ജ്ഞാനപ്പാന പുരസ്കാര സമർപ്പണവും നമ്മൾ നടത്തുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, പബ്ലിക്കേഷൻ മാനേജർ KG സുരേഷ്, PRO വിമൽ ജി നാഥ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.